മഹാകുംഭമേളക്കൊക്കെ കുംഭമേളക്ക് പോയില്ല, ഒന്നിനും പോയില്ല. ഞാൻ എന്റെ കുടുംബത്തിൽ ഇരുന്ന് മഹാദേവനെ വിളിക്കും, എനിക്കത് മതി. ഏത് ദൈവം ഉണ്ടെങ്കിലും മുകളിൽ അദ്ദേഹമാണ്. ഒരു ഹൈന്ദവനെ സംബന്ധിച്ചിടക്കും പറയുകയാണെങ്കിൽ അങ്ങനെ പറയല്ലേ, ഞാൻ കാശിയിൽ വിശ്വത്തിന് നാഥന, രാമന്റെ ഈശ്വരനാണ്. പിന്നെ അയളന്റെ വലുത് ഹിമാലയത്തിന് മുകളിൽ ഇരിക്കുന്നത് അയളന്റെ ബ്രഹ്മാസ്മി ഇവൻ എന്ന് പറഞ്ഞപ്പോ അതിന്റെ ധ്യാനങ്ങളും അതിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങളും അതിനെ പറ്റി പറയാനുണ്ട്. 5 മുഖാണ് പരമശിവന്, 5 രൂപത്തിലാണ്. അല്ലാതെ നമ്മൾ കൈലാസത്തിൽ പോകേണ്ട ആവശ്യമില്ല, ഇരുന്ന ഇരിപ്പിൽ സാധിക്കണം. ഓനാണ് ചോദിക്കുക. സാധിക്കണം, കുടുംബത്തിന് ഒരു കയ്യിൽ പിടിക്കണം, ദൈവത്തിന് ഒരു കയ്യിൽ പിടിക്കണം. മഹാദേവനെ ഇങ്ങോട്ട് കാണുന്നത് അനുഗ്രഹം പറയാൻ എളുപ്പമുണ്ട്, പുസ്തകത്തിൽ വായിച്ച് പഠിക്കാൻ എളുപ്പമുണ്ട്. മുലപ്പാലി ചെറുപ്പത്തിൽ കുടിച്ചു വായിക്കും. ദൈവം മഹേശ്വരൻ ആത്മാവിനെ പരീക്ഷിക്കുക, അതായത് നിങ്ങൾ മനസ്സിനെ പരീക്ഷിക്കുക. ആത്മാവിനെ പരീക്ഷിക്കുന്ന പരിശുദ്ധ ആത്മാവിനാണ് അദ്ദേഹം. മനസ്സിനെ പരീക്ഷിക്കും. സേവ എന്ന് പറഞ്ഞാൽ സേവകൾ 2 തരത്തിലുണ്ട്. ഇപ്പൊ ചോദിച്ചോണ്ട് പറയുന്നത് ജലത്തിൽ നിന്ന് ചെലുത്താൻ സേവ ഉണ്ട്. മഹാദേവന്മാരെ ദേവന്മാരെ ധ്യാനസേവൻ, ശിവന് ഇരിക്കേണ്ട ചില ധ്യാനങ്ങളുണ്ട്. അങ്ങനെ ചെയ്യണം. അതിൽ മനസ്സിന് വല്ലാതെ പരീക്ഷണങ്ങൾ നടത്തും. അതിലൊക്കെ ഇപ്പം വിജയിക്കണം. മുലപ്പാല് കുടിച്ചു വായിക്കും. അത് ചില കുട്ടികൾ ജനിക്കുമ്പോ തന്നെ അവർക്ക് ആ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടോ. ദീക്ഷ കൊടുക്കാന്ന് പറയില്ലേ ചില ആൾക്കാർ പറഞ്ഞു. ജനിക്കുമ്പോ തന്നെ ചില ആൾക്കാർ ദീക്ഷയായിട്ട് ജനിച്ചത്. അവർക്ക് മഹാദേവന്റെ ദീക്ഷ ഉണ്ടെങ്കിൽ അത് ആളെ കണ്ടാൽ അറിയും രൂപ എങ്ങനെയാണ്.